ഇന്ത്യയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അസ്തമയത്തിന് വേഗത കൂടുന്നു. ബംഗാളിൽ മമതാ ബാനർജിക്കും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെക്കും പിന്നാലെ ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും വൻ പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. മഹാരാഷ്ട്രയിലേക്ക് മാത്രം നോക്കിയിരിക്കേണ്ടെന്നും ഉത്തർപ്രദേശിന്റെ ഊഴം വന്നെത്തി എന്നുമാണ് ഉത്തർപ്രദേശ് ക്യാബിനറ്റ് മന്ത്രിയും സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി നേതാവുമായിട്ടുള്ള OP രാജ്ഭർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഴിമതിയിലും കുടുംബാധിപത്യത്തിലും കെട്ടിപ്പടുത്ത പ്രാദേശിക പാർട്ടികൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് രാജ്യം ഇപ്പോൾ കാണുന്നത്. സമാജ്വാദി പാർട്ടിയിലെ മുതിർന്ന നേതാവും അഖിലേഷിന്റെ സ്വന്തം അമ്മാവനുമായിട്ടുള്ള രാം ഗോപാൽ യാദവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒരു കത്തയച്ചിട്ടുണ്ടെന്നും പാർട്ടി വിടാൻ തയ്യാറായിട്ടുള്ള SP MP-മാരുടെ പേരുകൾ അതിലുണ്ടെന്നുമാണ് രാജ്ഭറിന്റെ നിർണായക വെളിപ്പെടുത്തൽ. ഇതിനു പിന്നിലെ കാരണവും വ്യക്തമാണ്. അഖിലേഷ് യാദവിനെതിരെ CBI അന്വേഷിക്കുന്ന അനധികൃത ഖനന കേസും ഗോമതി റിവർ ഫ്രണ്ട് അഴിമതിയുമാണ് രാജ്ഭർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം നേതാക്കളുടെ ഈ അഴിമതി കേസുകൾക്ക് കാവൽക്കാരാകാൻ ഇനി SP നേതാക്കൾ തയ്യാറല്ല. NDAയുടെ കുടക്കീഴിൽ വന്നാൽ ഈ നേതാക്കൾക്ക് ഒരു രാഷ്ട്രീയ പുനരധിവാസം ലഭിക്കുമെന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് രാജ്ഭർ ഇതിലൂടെ നൽകുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ഒരു വലിയ പാറ്റേണിന്റെ ഭാഗമാണിത്. ബംഗാളിൽ ഒരു പാർട്ടി മൊത്തത്തിലൊഴിച്ച് NDAയിലേക്ക് ലയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 20 തൃണമൂൽ വിമത MP-മാരാണ് നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയിൽ ലയിച്ച് NDAയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത്. മറുഭാഗത്ത് മഹാരാഷ്ട്രയിൽ ഒരു വൻ രാഷ്ട്രീയ ഭൂകമ്പം തന്നെയാണ് സംഭവിക്കുന്നത്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലെ ആകെയുള്ള 9 MP-മാരിൽ 7 പേരും ഏത് നിമിഷവും പാർട്ടി വിടുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഇതിനെ തുടർന്ന് ഡാമേജ് കൺട്രോൾ ചെയ്യാനായി പാർട്ടി MP-മാർക്ക് നിർബന്ധമായും യോഗത്തിൽ പങ്കെടുക്കാൻ ഹൈ അലർട്ട് വിപ്പും ഉദ്ധവ് നൽകിയിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഒരൊറ്റ കാര്യമാണ്. സ്വന്തം കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്കും അഴിമതികൾക്കും വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഈ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും തന്നെ യാതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമില്ല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ മുറുകുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള കരുത്തോ ആശയ സ്ഥിരതയോ അവർക്കില്ല. അവർക്കെല്ലാം മടിയിൽ കനമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം നിലനിൽപ്പിനായി ഈ നേതാക്കൾ സ്വാഭാവികമായും ഏറ്റവും ശക്തരും വിഭവസമൃദ്ധരുമായിട്ടുള്ള NDAയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. പ്രതിപക്ഷത്തെ ഈ മുങ്ങുന്ന കപ്പലുകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഏറ്റവും വലിയ നേട്ടമാകുന്നത് ഭരണമുന്നണിക്ക് തന്നെയാണ്, NDAയ്ക്ക്. ഈ കുടുംബാധിപത്യ പാർട്ടികളുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ മുതലെടുത്ത് ലോക്സഭയിൽ തങ്ങളുടെ ഭൂരിപക്ഷം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള NDAയുടെ തന്ത്രം കൂടിയാണിത്. നിർണായകമായിട്ടുള്ള പല ബില്ലുകളും പാസ്സാക്കുന്നതിനായി ഭരണമുന്നണി ഇപ്പോൾ ലോക്സഭയിലെ മാജിക് നമ്പർ ആയിട്ടുള്ള 362ലേക്ക് അചഞ്ചലമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയെ ആകെ ശൂന്യമാക്കിക്കൊണ്ട് സംഭവിക്കുന്ന ഈ പിളർപ്പുകൾ പ്രതിപക്ഷത്തിന്റെ കേവലം ഒരു പരാജയം മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിന്റെ സമ്പൂർണ്ണ അസ്തമയമാണ്. ഈ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കും. ന്യൂസ് ഡെസ്ക്.